അധ്യായം 3 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ജോർദാന് കിഴക്കുള്ള ഗോത്രങ്ങൾ. ഈ ദേശം അന്നു നാം കൈവശമാക്കിയപ്പോൾ അർണോൺ നദീതീരത്തുള്ള അരോവേർ മുതൽ ഗിലെയാദ് മലനാടിൻ്റെ പകുതി വരെയുള്ള പ്രദേശവും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ റൂബൻ്റെയും ഗാദിൻ്റെയും ഗോത്രങ്ങൾക്ക് കൊടുത്തു. ഗിലെയാദിൻ്റെ ബാക്കി ഭാഗവും ഓഗിൻ്റെ സാമ്രാജ്യവുമായിരുന്ന ബാശാൻ മുഴുവനും അർഗോബ് പ്രദേശം മനാസയുടെ അർദ്ധഗോത്രത്തിന് ഞാൻ നൽകി. റഫയീമിൻ്റെ ദേശമെന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്. മനാസെ ഗോത്രജനായ യായിർ ഗഷുറിയരുടെയും മാക്കത്യരുടെയും അതിർത്തി വരെയുള്ള അർഗോബ് പ്രദേശം കൈവശമാക്കി. അതിന് തൻ്റെ പേരനുസരിച്ച് ബാഷാൻ ഹബ്ബോത്ത് യായിർ എന്നു പേർ കൊടുത്തു. അത് തന്നെയാണ് ഇന്നും അതിൻ്റെ പേർ. മാക്കീറിന് ഞാൻ ഗിലെയാദ് കൊടുത്തു. ഗിലെയാദ് മുതൽ അർണോൺ വരെയുള്ള പ്രദേശം റൂബൻ്റെയും ഗാദിൻ്റെയും ഗോത്രങ്ങൾക്ക് ഞാൻ കൊടുത്തു. നദിയുടെ മധ്യമാണ് അതിർത്തി. അമ്മോന്യരുടെ അതിർത്തിയിലുള്ള യാബോക്ക് നദി വരെയാണ് ഈ പ്രദേശം. ജോർദാൻ അതിർത്തിയായി അരാബായും കിന്നരത്ത് മുതൽ കിഴക്ക് പിസ്ഗ മലയുടെ ചരിവിന് താഴെ ഉപ്പുകടലായ അരാബ കടൽ വരെയുള്ള സ്ഥലം അവർക്ക് കൊടുത്തു. അന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് കൈവശമാക്കാനായി ഈ ദേശം നൽകിയിരിക്കുന്നു. നിങ്ങളിൽ ശക്തരായ എല്ലാ പുരുഷന്മാരും ആയുധധാരികളായി നിങ്ങളുടെ സഹോദരരായ ഇസ്രായേല്യരുടെ മുമ്പേ പോകണം. എന്നാൽ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും, നിങ്ങൾക്ക് ധാരാളം കന്നുകാലികൾ ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പട്ടണങ്ങളിൽ തന്നെ പാർക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് തന്നതുപോലെ നിങ്ങളുടെ സഹോദരർക്കും വിശ്രമം നൽകുകയും ജോർദാൻ്റെ അക്കരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് നൽകുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരുടെ മുമ്പേ പോകണം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. അന്നു ഞാൻ ജോഷുവയോട് കൽപ്പിച്ചു, ഈ 2 രാജാക്കന്മാരോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്തവയെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ. അപ്രകാരം തന്നെ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ രാജ്യങ്ങളോടും കർത്താവ് ചെയ്യും. അവരെ ഭയപ്പെടരുത്. എന്തെന്നാൽ നിങ്ങളുടെ കർത്താവായ ദൈവമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനം.